വിശദമായ വാർത്തകളിലേക്ക്. കെഎസ്ആർടിസിയുടെ പഴയ ബസ് വാടകയ്ക്കെടുത്ത് മിൽമ നടത്തുന്ന ഷോപ്പ് ഓൺ വീൽ പദ്ധതിയുടെ പേരിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിച്ചത് വിവാദത്തിൽ. ബസ്സിന് മുൻപിലുള്ള സ്ഥലം കൂടി ഷെഡ് കെട്ടി ഏറ്റെടുക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. BMS പ്രതിഷേധത്തെ തുടർന്ന് ഇവ പൊളിച്ചുമാറ്റി. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ആരംഭിച്ച മിൽമയുടെ ഷോപ്പ് ഓൺ വീൽ പദ്ധതിയുടെ ഭാഗമായാണ് KSRTCയുടെ ഉപയോഗശൂന്യമായ ബസ്സിൽ മിൽമ പാർലർ തുടങ്ങിയത്. മിൽമ ബസ് വാടകയ്ക്കെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ പാർലറിന്റെ നടത്തിപ്പ് ചുമതല കരാർ ഏറ്റെടുത്ത വ്യക്തി ബസ്സിന് പുറത്ത് താൽക്കാലിക ഷെഡ് കെട്ടി കൂടുതൽ സ്ഥലം ഒരുക്കാൻ ശ്രമിച്ചതോടെ BMS പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് പുറത്തെ താൽക്കാലിക ഷെഡ് നീക്കം ചെയ്തു. കരാറിന് വിരുദ്ധമായാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് BMS ആരോപിച്ചു. കോർപ്പറേഷൻ അത് അനുവദിക്കുന്ന സമയത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കോർപ്പറേഷനിൽ ഇവർക്ക് ഈ ബസ് ഇടാനുള്ള സ്ഥലവും അതിൻ്റെ ഫ്രണ്ടേജ് 3 അടി സ്ഥലവും, അതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഷെയ്ഡ്, ആ 3 അടി സ്ഥലമാണ് ഇവർക്കുള്ളത്. ഈ ബസ് ഇവിടെ ഇട്ടു. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഫ്രണ്ടേജ് മുഴുവൻ കവർ ചെയ്ത് അവർ ഷീറ്റ് ഇറക്കി. ഇവിടെ ഈ KSRTCയുടെ സ്ഥലമാണ്, ഇത് കുത്തിപ്പൊളിച്ച് ഇവിടെ അവർ മറ്റേ ഗ്രില്ലിട്ട് സംവിധാനങ്ങളെല്ലാം ഒരുക്കി. എന്നാൽ കരാർ പ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ലെന്നും നടത്തിപ്പ് കരാർ ഏറ്റെടുത്ത പാലക്കാട് സ്വദേശി ഷിനാജ് പ്രതികരിച്ചു. നമ്മൾ എഗ്രിമെന്റ് പ്രകാരം ആദ്യം എന്നോട് പറഞ്ഞു 1 മീറ്റർ ബസ്സിന്റെ ഫ്രണ്ട് വശം സൈഡ് വശം 1 മീറ്റർ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഒരു 4 അടിയോളം ഷീറ്റ് ചെയ്തതും ഒക്കെ. അത് പിന്നീട് വിവാദമായി, അത് എടുക്കണമെന്ന് പറഞ്ഞു. പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ ഇതിന്റെ പേരിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ യൂണിയൻ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. അനധികൃതമായി വസ്തു കയ്യേറി മരം മുറിക്കുന്നതായി പരാതി. കൊല്ലം കരവാളൂരിൽ ഗ്രാമപഞ്ചായത്തിൽ വെഞ്ചേമ്പിൽ സുരേന്ദ്രൻ നായരുടെ പേരിലുള്ള വസ്തുവിൽ ഗ്രാമപഞ്ചായത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറി മരം മുറിക്കുന്നതായാണ് പരാതി. തേവലപ്പുറം കൈപ്പള്ളി കിഴക്കത്ത് അശോക് കുമാറും അമ്മയും സഹോദരങ്ങളുമാണ് പരാതിക്കാർ. കുടുംബസ്വത്ത് കയ്യേറി അനധികൃതമായി റബ്ബർ മരം മുറിച്ചു മാറ്റുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, ഉന്നത പോലീസ് അധികൃതർ എന്നിവർക്കാണ് പരാതി നൽകിയത്. 1979 ഫെബ്രുവരി 2-ാം തീയതി നെടുവന്നൂർ വില്ലേജിൽ തേവലപ്പുറം കുമാരപുരം കൃഷ്ണൻ നായർ മകൻ സുരേന്ദ്രൻ നായരുടെ പേരിൽ വിലയാധാരം ചെയ്തതായാണ് രേഖകളിൽ കാണുന്നത്. സുരേന്ദ്രൻ നായരുടെ ഭാര്യയും മക്കളുമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പുരയിടത്തിനോട് ചേർന്ന് വെഞ്ചേമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റവും മരമുറിക്കലും എന്ന് പരാതിയിൽ പറയുന്നു. ഇവിടെ വന്നപ്പോൾ അങ്ങനെ കണ്ടിരിക്കുക, ഇത് മൊത്തം മുറിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ തന്നെ തടി കടത്തുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പുനലൂർ DYSPക്കും CIക്കും പരാതി കൊടുത്തു. അവരിവിടെ വന്ന് നോക്കിയിട്ട് പോയി. അതിന് ശേഷവും ഇവർ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ സ്കൂൾ പുതിയതായിട്ട് അനുവദിച്ചത് ഈ വസ്തു കള്ളപ്രമാണം ചമച്ച് ആണ് ഈ സ്കൂളിൻ്റെ പുതിയതായിട്ട് കെട്ടിടവും ഈ +2 അനുവദിച്ചെന്നാണ് ഞങ്ങളിപ്പോൾ തിരക്കിയപ്പോൾ അറിഞ്ഞേക്കുന്നത്. നിലവിൽ ഇപ്പോൾ വസ്തുവിന് സുരേന്ദ്രൻ നായരുടെ 4 മക്കളാണ് അവകാശികൾ. ഇവരുടെ വസ്തുവിനോട് ചേർന്നാണ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വസ്തുവും. കുടുംബ വസ്തുവിന്റെ വ്യാജരേഖ സ്കൂൾ മാനേജർ ചമയ്ക്കുകയും ഇത് കാട്ടി ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള അനുമതി വാങ്ങിയതായും ആരോപിക്കുന്നു. വസ്തുവിന്റെ അവകാശികൾ ദൂരെ താമസിക്കുന്നവരായതിനാൽ അതിരുകൾ തകർത്ത് സ്കൂൾ വസ്തുവാക്കി മാറ്റുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. വയനാട്ടിൽ തെരുവുനായകളുടെ ആക്രമണത്തിൽ കോഴി ഫാമിലെ 800ഓളം കോഴികൾ ചത്തു. തിരുനെല്ലി ആനപ്പാറ അത്തിക്കൽ റോയിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ടായത്. വയനാട് തിരുനെല്ലി തൃശ്ശേരിയിലെ റോയിയുടെ കോഴി ഫാമിലാണ് കഴിഞ്ഞ ദിവസം തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ടായത്. 700ഓളം കോഴികൾ ചത്തു, 300 എണ്ണത്തിന് പരിക്കേറ്റു. ഇരുമ്പ് കമ്പിയുടെ നെറ്റ് തകർത്താണ് നായകൾ ഫാമിനുള്ളിലേക്ക് കയറിയത്. ഞാൻ കാർഷിക ലോണായിട്ട് 1,61,000 രൂപ ഫെഡറൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി. ഇതായിരുന്നു ഏതാണ്ട് എനിക്ക് 2 ലക്ഷത്തി ചില്ലറ രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 3000 കോഴികളെയാണ് ഫാമിൽ വളർത്തുന്നത്. പ്രവാസിയായ റോയി ബാങ്ക് ലോൺ എടുത്തും സ്വർണം പണയം വെച്ചും 5 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കോഴി ഫാം തുടങ്ങിയത്. റിയാദിൽ നിന്ന് നാട്ടിലെത്തിയ റോയിക്ക് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് വിദേശത്തേക്ക് പോകാനായില്ല. ഇതിനിടയിലാണ് ബാങ്ക് വായ്പ എടുത്ത് ലക്ഷങ്ങൾ മുടക്കി കോഴി ഫാം തുടങ്ങിയത്. ലക്ഷങ്ങളുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ആശങ്കയിലാണ് റോയിയും കുടുംബവും. ന്യൂസ് 18 വയനാട്.
കൊട്ടാരക്കര ടൗണിൽ തെരുവുനായ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്ക്. കിഴക്കേ തെരുവ് ഭാഗത്തുനിന്നും ഓടിയെത്തിയ തെരുവുനായ വഴിയാത്രക്കാരെ ആക്രമിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും പട്ടിയുടെ കടിയേറ്റു. തുടർന്ന് താലൂക്ക് ആശുപത്രി പരിസരത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരായ അന്നമ്മ, സാവിത്രി എന്നിവരെയും നായ ആക്രമിച്ചു. ഒടുവിൽ നഗരസഭാ ജീവനക്കാർ നായയെ പിടികൂടി. കാടിറങ്ങുന്ന വന്യത. ഇടുക്കിയിലെ വനാതിർത്തികളിൽ മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയുള്ള ജനവാസ മേഖലകളിലും കാട്ടാനകൾ താവളമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജകുമാരി മെത്താപ്പിലെത്തിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി നശിപ്പിച്ചു. ഇത് ഇടുക്കിയിലെ ഏതെങ്കിലും വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തെ കുടുംബങ്ങളുടെ അവസ്ഥയല്ല. മതികെട്ടാൻ ദേശീയോദ്യാനത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള കുടിയേറ്റ കാർഷിക ഗ്രാമമായ രാജകുമാരി മെത്താപ്പിലെ കാഴ്ചയാണ്. കുടിയേറ്റ കാലത്ത് പോലും ഇവിടെ കാട്ടാനശല്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 6 വർഷമായി കാട്ടാനകളുടെ സ്ഥിരം താവളമായി ഇവിടെ മാറിക്കഴിഞ്ഞു. രാത്രിയായാൽ സമീപത്തെ മുതുവാക്കുടിയിലെ ആദിവാസികൾ വീടിന് സമീപത്ത് തീയിട്ട് ഉറങ്ങാതെ കാവലിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയെത്തിയ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ മണിക്കൂറുകളാണ് തമ്പടിച്ച് പരിഭ്രാന്തി പരത്തിയത്. ഞങ്ങൾ 2000 തൊട്ട് താമസിച്ചു കഴിഞ്ഞാൽ ആനയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പോലും കഴിയാം. പരമ്പ് മുതൽ മൊത്തം നശിപ്പിച്ചിട്ട് വെച്ച് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഫോറസ്റ്റുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർ നാളെ രാവിലെ നേരം വിളിക്കട്ടെന്ന് പറയും. ആനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിവിളകളും നശിപ്പിച്ചു. പലരും പാട്ടത്തിനെടുത്ത് നടത്തിയിരിക്കുന്ന ഏലകൃഷിയും വാഴയും അടക്കമുള്ള കൃഷിവിളകളാണ് നശിപ്പിച്ചത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം കണ്ടമംഗലത്ത് വീട് കയറി കാട്ടുപന്നിയുടെ ആക്രമണം. കണ്ടമംഗലം സ്വദേശി ചിന്നമ്മയുടെ വീടിനകത്താണ് കാട്ടുപന്നി കയറി വീട്ടമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ചിന്നമ്മ ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് പുറത്തേക്കോടിയ കാട്ടുപന്നി ചിന്നമ്മയുടെ മകൻ ലാലു ജോർജിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് കർശന നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ചയാണ് നെന്മാറയിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ മാണി മത്തായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വെങ്ങാനൂരിലെ നാട്ടുകാർ കടന്നലാക്രമണ ഭീതിയിൽ. വെണ്ണിയൂർ കാവടിവിളാകത്ത് റോഡ് സൈഡിലുള്ള മരത്തിലെ വലിയ കടന്നൽക്കൂടാണ് ഭീഷണിയാകുന്നത്. കാൽനട യാത്രക്കാരെ ആക്രമിച്ചപ്പോഴാണ് കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഫയർഫോഴ്സിൽ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ശബരിമലയിൽ തീർത്ഥാടന കാലം. അയ്യപ്പ ഭക്തന്മാർക്ക് കരിമല കയറ്റത്തേക്കാൾ കഠിനമാണ് കമ്പംമെട്ട് വഴിയുള്ള തീർത്ഥാടനം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ കടന്നുവരുന്ന പാതയാണെങ്കിലും ഇടുക്കി കമ്പംമെട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് കമ്പംമേട്ട് വഴി ശബരിമലയിലേക്ക് പോകുന്നത്. കുമളി വഴിയുള്ള തിരക്ക് കുറയ്ക്കുന്നതിനായാണ് തീർത്ഥാടക വാഹനങ്ങൾ കമ്പത്തുനിന്ന് കമ്പംമേട്ട് കട്ടപ്പന വഴി കടത്തിവിടുക. ഈ പാതയിലൂടെ കേരളത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ ആദ്യ ഇടത്താവളമാണ് കമ്പംമേട്ട്. എന്നാൽ ഇത്തവണ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം പോലും കമ്പംമെട്ട് ഭാഗത്ത് ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കമ്പംമേട്ട് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് സ്ഥിരമായി ഇടത്താവളം ഒരുക്കുന്നത്. എല്ലാ വർഷവും കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് സൗകര്യങ്ങൾ ഒരുക്കുക. വൃശ്ചികം ആരംഭിച്ചിട്ടും ഇത്തവണ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. കെട്ടിടം കാടുപിടിച്ച അവസ്ഥയിലാണ്. വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങളും കുടിവെള്ളവും ശുചിമുറികളുടെ നവീകരണവും നടത്തിയിട്ടില്ല. കമ്പംമേട്ട് ടൗണിലെത്തിയാൽ ഇടത്താവളം എവിടെയെന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ന്യൂസ് 18 കമ്പംമേട്ട്. ശബരിമല സ്വാമി അയ്യപ്പന്റെ മുന്നിൽ സംഗീതാർച്ചന നടത്തി ബാലികയായ യുവശ്രീ. തേടിവരും കണ്ണുകളിൽ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ തമിഴ് വരികളാണ് യുവശ്രീ ആലപിച്ചത്. ചെന്നൈ സ്വദേശിനിയായ യുവശ്രീ ആദ്യമായാണ് ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത്. തിരക്ക് വളരെ കുറവായതിനാൽ ദർശനത്തിന് ധാരാളം സമയമുണ്ടായിരുന്നു.
ഇതിനിടെ ശ്രീകോവിലിന് മുന്നിൽ നിന്നും ഉയർന്ന പാട്ട് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. തേടിവരും കണ്ണുകളിൽ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ തമിഴ് വരികളാണ് യുവശ്രീ ആലപിച്ചത്. ശ്രീകോവിലിന് മുന്നിൽ സംഗീതാർച്ചന നടത്തിയ യുവശ്രീയെ ശബരിമല മേൽശാന്തി അടക്കം നിരവധി പേർ അനുമോദിച്ചു. മേൽശാന്തിയുടെ മുന്നിലും യുവശ്രീ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ആലപിച്ചു. അച്ഛൻ ബാലാജിനൊപ്പമാണ് യുവശ്രീ ദർശനത്തിനെത്തിയത്. 3 വർഷമായി കർണാടക സംഗീതം അഭ്യസിക്കുന്ന യുവശ്രീ ചെന്നൈ അവർ ലേഡി സെന്റർ മെട്രിക്കുലേഷൻ സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 സന്നിധാനം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കൊല്ലം പട്ടാഴിയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞുമായി അമ്മ കിണറ്റിൽ ചാടി. കുഞ്ഞു മരിച്ചു. പട്ടാഴി സാംസി ഭവനിൽ ഷിബുവിന്റെ ഭാര്യ സാംസിയാണ് മകൾ ഹന്നയുമായി ഉച്ചയോടെ കിണറ്റിൽ ചാടിയത്. കുണ്ടറ സ്വദേശിയായ ഭർത്താവ് വിദേശത്ത് പോയതിനു ശേഷം സ്വന്തം വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ദമ്പതികൾക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട്. മൂത്ത കുഞ്ഞിനെ സാംസിയുടെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നപ്പോഴാണ് സംഭവം. അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരമാണ്. കൊട്ടാരക്കരയിൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് സാംസി. ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. ആളിയാർ ഡാം തുറക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ റവന്യൂ വകുപ്പിന്റെ ഗുരുതര വീഴ്ച. ഡാം തുറന്നതിനെ തുടർന്ന് പാലക്കാട് ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് തിരുനെല്ലായി പാലം ഉപരോധിച്ച നഗരസഭാ കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആളിയാർ ഡാം തുറക്കുന്ന വിവരം കേരളത്തെ തമിഴ്നാട് അറിയിച്ചിരുന്നു. ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് ജനങ്ങളെ അറിയിക്കാത്തതിന്റെ പ്രതിഷേധമാണിത്. ഇന്നലെ രാത്രിയാണ് ആളിയാർ ഡാമിൽ നിന്നും സെക്കൻഡിൽ 6000 ഘനയടി വെള്ളം തുറന്നുവിട്ടത്. നേരം വെളുത്തതോടെ ചിറ്റൂർ പുഴയിൽ നീരൊഴുക്ക് കൂടി, ജലനിരപ്പ് ഉയർന്നു. ഡാം തുറക്കുന്ന വിവരം തമിഴ്നാട് കേരളത്തെ അറിയിച്ചിരുന്നു. എന്നാൽ റവന്യൂ അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല. ഇത് പ്രതിഷേധത്തിന് കാരണമായി. ഞങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് മറുപടി പറഞ്ഞ വഴിയുള്ളൂ. മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് തിരുനെല്ലായി പാലത്തിന് മുകളിൽ നഗരസഭാ കൌൺസിലർമാർ കുത്തിയിരുന്നു. 10 മിനിറ്റോളം പാലം ഉപരോധിച്ച ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാത്രിയാണ് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്ന വിവരം അറിയിച്ചത് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജാഗ്രതാ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടിയുണ്ടാകാത്തതാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത്. ഉച്ചയോടെ ആളിയാർ ഡാമിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് കുറച്ചതായും അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ചെറുതോണി അണക്കെട്ട് വീണ്ടും തുറന്നു. ഈ വർഷം ഇത് 3ാം തവണയാണ് ഡാം തുറക്കുന്നത്. പദ്ധതി പ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ മധ്യഭാഗത്തെ ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത്. ഡാം തുറന്ന സാഹചര്യത്തിൽ പെരിയാർ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാണ് പത്തനംതിട്ട പന്തളത്തെ 100ഓളം കുടുംബങ്ങൾ. തുടർച്ചയായി ഉണ്ടാകുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. വീടും കൃഷിയും നഷ്ടമായ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പന്തളം, മുടിയൂർക്കോണം, ചേരിക്കൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഇനിയും ശമനമില്ല. ചിലയിടങ്ങളിൽ വെള്ളമിറങ്ങിയെങ്കിലും പ്രദേശത്തെ 100ഓളം വീടുകളും കൃഷിസ്ഥലങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ഗ്രാമീണ റോഡുകളും സമാനാവസ്ഥയിലായതോടെ
പല കുടുംബങ്ങളും വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും മതി. ഇപ്പം ഇത് ഈ കൊല്ലം 6ാമത്തെ തവണയാന്നേ ഈ വെള്ളം കയറിയിട്ട്. ഞാൻ കഷ്ടതയും ദുരിതത്തിലും ജീവിക്കുന്നത്. വെള്ളം വീട് മുങ്ങിക്കിടക്കുക, എല്ലാം പോയി കിടക്കുക. എനിക്ക് ഒന്നുമില്ലാത്ത ജീവിതമാണ്. കനത്ത മഴയിൽ പന്തളത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം കയറുമെന്ന് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ഈ വർഷം താമസിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും വെള്ളം കയറുന്നുണ്ട്. ഇതുപോലെ മാറേണ്ട വരുന്നു. ക്യാമ്പിലും വലിയ ദുരിതമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നുണ്ടെങ്കിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമല്ല. എല്ലാവരും വീട് വിട്ട് ഒരു സാധനങ്ങളും വീട്ടിൽ നിന്ന് എടുക്കാതെ വന്ന് വീട്ടിലെ ആളുകളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വെള്ളം കയറി നശിച്ചു. പിന്നെ ഒരു തുണി പോലും ഇല്ലാതെ വന്നേ. അവർക്കൊരു പായ കൊടുക്കാനോ തുണി എത്തിച്ചു കൊടുക്കാനോ ഒക്കെ തരാമെന്ന് പറഞ്ഞല്ലാതെ ആരും ഒരു സഹായം ചെയ്തിട്ടില്ല. അടൂർ പന്തളം മേഖലകളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് സർക്കാർ സഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇത്തരം വെള്ളപ്പൊക്കത്തിൽ വീട് നശിച്ചവർക്ക്, കൃഷി നശിച്ചവർക്ക് ഒക്കെ അടിയന്തര സഹായം കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇന്ന് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പന്തളം നിവാസികളെ ആശങ്കയിലാക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ചിറ്റയം ഗോകുമാർ പറഞ്ഞു. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. കനത്ത മഴയിൽ മൺട്രോ തുരുത്തിലെ മത്സ്യകർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. കുളങ്ങളിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഒലിച്ചുപോയി. പല കുളങ്ങളിലും മത്സ്യകൃഷി വിളവെടുപ്പ് നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത വെള്ളപ്പൊക്കം കർഷകരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഇക്കാണുന്ന കുളത്തിൽ നിന്ന് ഒലിച്ചുപോയത് സുദർശന ബാബുവിന്റെ ഒരുപാട് കാലത്തെ പ്രയത്നവും അതിന്മേൽ പടുത്തുയർത്തിയ പ്രതീക്ഷയുമാണ്. മൺട്രോ തുരുത്തിൽ പാട്ടത്തിനെടുത്ത കുളത്തിൽ 8 മാസം മുൻപാണ് കൊല്ലം കരിക്കോട് സ്വദേശി സുദർശന ബാബു മത്സ്യകൃഷി ആരംഭിച്ചത്. 1 ഏക്കർ വരുന്ന കുളത്തിൽ 15,000 കരിമീൻ കുഞ്ഞുങ്ങളെയും 5,000 പൂമീനും 2,000 ചെമ്മീനും വളർത്തി. വിളവെടുപ്പിന് തയ്യാറെടുക്കെ ജീവിതത്തിലേക്ക് ഇരച്ചുകയറി തോരാമഴയിൽ നിലതെറ്റി ഒഴുകിയെത്തിയ കല്ലടയാർ. കണ്ടമാനം കരിമീൻ, വലിയ മുട്ടൻ കരിമീൻ, പിടിക്കാറായ കരിമീനാണ്. അത് മൊത്തം 4 ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പോൾ 5 ലക്ഷം രൂപ പുറത്തുള്ള നഷ്ടങ്ങളാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. 4 ഭാഗത്തു നിന്നും എൻ്റെ കുളം കവിഞ്ഞൊഴുകിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയും നഷ്ടം വന്നതിന് എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. തുരുത്തിൽ 100ഓളം മത്സ്യകർഷകരുണ്ട്. പലർക്കുമുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. തൊഴിലാളികൾക്കുള്ള കൂലി, മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണം തുടങ്ങിയവയ്ക്ക് പ്രതിമാസം 30,000 മുതൽ 70,000 രൂപ വരെയാണ് പലരും ചെലവിടുന്നത്. കൃഷിക്കായി വൻതുക വായ്പയെടുത്തവരുമുണ്ട്. തുരുത്തിൽ കയറിയ വെള്ളം ഇപ്പോൾ മെല്ലെ ഇറങ്ങി തുടങ്ങി. എന്നാൽ ജീവിതം എങ്ങനെ കരകയറ്റുമെന്ന ആധിയിലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. പൊന്മുടി മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ തൊഴിലാളികൾ ദുരിതത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിലാണ് തൊഴിലാളികളുടെ താമസം. മാസങ്ങളായി ശമ്പളം കൂടി ലഭിക്കാതായതോടെ ഇവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാണ്. തീർത്തും ദുരിതമയമാണ് ഈ ലയങ്ങളിലെ തൊഴിലാളി ജീവിതം. ചോർന്നൊലിച്ച് പൊളിഞ്ഞു വീഴാറായ ലയങ്ങൾ. തൊഴിലാളികളോടുള്ള പ്രതികാര നടപടിയെന്നോണം തോട്ടമുടമയുടെ ആൾക്കാർ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും നിത്യസംഭവം. പണിക്ക് ആളെ കൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ചതാണ്. ഇപ്പൊ കറണ്ട് വരണുണ്ട്. കൊച്ചുകുട്ടികളായി 4-5 പേര് ഈ ലൈൻസിലുണ്ട്. കറണ്ട് ചുമരുകളിലൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ വീടിനകം മൊത്തം വെള്ളം, 4 ചുമരും വെള്ളമായിട്ട് കിടപ്പുണ്ട്. ലയങ്ങൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ പ്രായമായവരും കുട്ടികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. അവിടെയും ദുരിതത്തിന് കുറവില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മളാ ഒരു വീട് എല്ലാം പൊളിഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി 27-ാം തീയതി നമുക്ക് നെടുമങ്ങാട് പ്ലാന്റേഷനിൽ വെച്ച് നമുക്ക് മാനേജ്മെന്റുമായിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇവരുടെ വീടുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാമെന്നും ബാക്കി ഇവർക്കുള്ള ശമ്പളങ്ങൾ കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിരുന്നു. എന്നാൽ നാളെ ഇതുവരെയും ഇതിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. കരാർ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് 4 മാസം, സ്ഥിരം ജീവനക്കാർക്ക് 6 മാസവും പിന്നിടുന്നു. കഴിഞ്ഞ വർഷത്തെ ബോണസും ഇതുവരെ നൽകിയിട്ടില്ല. ശമ്പള കുടിശ്ശിക നൽകണമെന്നും ലയങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരം 2 ആഴ്ച പിന്നിടുന്നു. തീരുമാനം വൈകിയാൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഹരിവിദ്രയ്ക്കൊപ്പം പൊന്മുടിയിൽ നിന്ന് വി അരുൺ, ന്യൂസ് 18.
രാജ് നാരായൺജി ദൃശ്യമാധ്യമ പുരസ്കാരം SS ശരണിന്. ന്യൂസ് 18 കേരളം സീനിയർ റിപ്പോർട്ടറാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരത്തിനാണ് ശരൺ അർഹനായത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.